നമ്മൾ ഇപ്പോൾ റോഡിലുള്ള ഒരു പട്ടി കുറച്ചുകൊണ്ട് പോയാൽ അവൻ കുറച്ചുകൊണ്ട് പോകട്ടെ എന്ന് പറഞ്ഞു അത്രേ ആ രീതിക്ക് വില കൊടുക്കുന്നുള്ളൂ. കുറച്ചുകൊണ്ടിരിക്കട്ടെ. എക്സാക്ട്ലി. വൈ ഷുഡ് വി ഗെറ്റ് ഇൻ ടു ഇറ്റ്? നമ്മൾ ഇത്രയും ലിറ്ററേറ്റ് ആണ്, പക്ഷെ എനിക്ക് തോന്നി ഇന്ത്യയിൽ ഒട്ടാകെ നമുക്ക് മാത്രമാണ് ആ ഒരു സ്വാതന്ത്ര്യം ഉള്ളത്. ഇവിടെയും ഈ പറഞ്ഞ പോലെ ഇത് നശിച്ചു വരുന്നുണ്ടോ എന്നുള്ളൊരു സംശയം ഇല്ലാണ്ടില്ല. അപ്പം നമ്മുടെ റൈറ്റ്സ് എവിടെ? ഈ പറഞ്ഞ പോലെ വേർ ഈസ് ഡെമോക്രസി? 28 വർഷം കാത്തിരുന്നു എന്ന് പറഞ്ഞ് വന്നത് എൻ്റെ ഒരു ബ്ലൗസും ഇത് വിട്ട് ഈ സെക്സിൻ്റെ ആ ഒരു ഷോട്ട് കഴിഞ്ഞിട്ട് വരുന്ന ഒരു ഷോട്ടാണ്. ബട്ട് ബ്രില്യൻ്റ്ലി ഇറ്റ് വാസ് എഡിറ്റഡ്. ഐ റിയലി ലൈക്ഡ് ഇറ്റ്. ഞാൻ ഷെയ്ത്താൻ ചെയ്തപ്പം വി ഹാഡ് എ സീൻ ഇൻ ഇറ്റ്. ഇറ്റ്സ് എ സെക്സ് ബേസ് സീൻ. അപ്പോൾ ആന്ധ്ര, ഹൈദരാബാദ് അവിടെയെല്ലാം ഇതിനെക്കുറിച്ച് ഭയങ്കര It's not about the scene, it's about the series that was talked about. അതേസമയം നമ്മുടെ നാട്ടിൽ കേരളത്തിൽ 28 വർഷം ഉഷയെ കാത്തിരുന്നതാണല്ലോ മിന്നൽ മുരളിയിൽ. അതാണല്ലോ അതിൻ്റെ വിഷയം. ആ ബോധമില്ലാത്ത ഏതൊരു തെണ്ടിയാണ് അത് ചെയ്തത്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ നമ്മുടെ സൊസൈറ്റിയിൽ അത്തരം ആളുകൾ കൂടുതലുള്ളപ്പോൾ അവരത് ഒരു ഭാഗത്തൂടെ ചെയ്യട്ടെ എന്ന് ഞാൻ പറയുള്ളൂ. ഈ മടിയുള്ള ആൾക്കാരുടെ മൊബൈൽ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇഫ് ദ ഹിസ്റ്ററി ഇസ് നോട്ട് ഡിലീറ്റഡ് യു ക്യാൻ സീ ഓൾ ദ പോൺ സൈറ്റ്സ് ഫ്ലറിഷിംഗ് ഇൻ ഇറ്റ്. അപ്പോൾ ഇറ്റ് ഹാസ് ടു കം ഔട്ട്. എക്സാക്ട്ലി. മാന്യന്മാരുണ്ട്, സ്ത്രീകളും ഉണ്ട്, പുരുഷന്മാരുണ്ട് who actually watches both. ഷെല്ലിയെ സംബന്ധിച്ച് ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ പീസ് ഓഫ് മൈൻഡ് ഈസ് ഹാപ്പിനെസ്. മനസ്സമാധാനമാണ് സന്തോഷം. മനസ്സമാധാനം ഉണ്ടോ? ചിലപ്പം ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവാറില്ല. മനസ്സമാധാനമുള്ള എല്ലാ മനുഷ്യർക്കും ഫുൾ ടൈം മനസ്സമാധാനം ഉണ്ടോ? ഹായ്, ഹലോ, നമസ്കാരം. ദിസ് ഈസ് മീ NB ഹിയർ. ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം സിനിമയുടെ വിശേഷങ്ങൾ ഇന്ന് മുതൽ ഒരു സർക്കാർ ഉൽപ്പന്നം എന്ന സിനിമയുടെ വിശേഷങ്ങൾ നമ്മളോട് പങ്കുവെക്കാൻ നമ്മോട് ചേരുന്നു ആക്ട്രസ് ഷെല്ലി. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം. അങ്ങനെയൊക്കെ പോകുന്നു അല്ലേ? അപ്പം ഏറ്റവും കൂടുതൽ പുതിയ വിശേഷം ഒരു സർക്കാർ ഉൽപ്പന്നം അല്ലേ? അല്ല, ഭാരതം അങ്ങ് വെട്ടിമാറ്റിക്കളഞ്ഞു. റീസെന്റ് വെട്ടിമാറ്റിക്കളഞ്ഞു. അതെ. ആസ് ആൻ ആക്ട്രസ് എന്താണ് ഫീൽ ചെയ്യുന്നത്? ഇങ്ങനൊരു സിനിമയിൽ ഇങ്ങനെ കൈ കടത്താന്ന് പറയാൻ ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു അവസ്ഥയാണല്ലോ. ഒരു പ്രോപ്പറായിട്ടൊരു റീസണോ അല്ല ഒന്നും ഇല്ലാതല്ലേ പറയുന്നവര്? അല്ല, ആക്ച്വലി ഈ സിനിമയുടെ കഥ പറയുമ്പോൾ ആദ്യമേ ഈ പേരാണ് എന്നോട് പറഞ്ഞത്. അതിൽ അട്രാക്റ്റഡ് ആയിട്ട് ആണ് ഞാൻ പിന്നെ ഈ കഥ കേൾക്കുന്നത്. അപ്പോൾ ഈ കഥ കേട്ടപ്പോഴത്തേക്ക് വളരെ നമ്മുടെ സൊസൈറ്റിക്ക് വളരെ ആവശ്യമുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു തീമാണ്. ഇതിനെക്കുറിച്ച് സംസാരിക്കണം. ഈ ഒരു തീമിനെ കുറിച്ച് ആരും അങ്ങനെ അധികം സിനിമകൾ എടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സൊസൈറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു കഥയിൽ എനിക്ക് ചേരണം എന്നുള്ളത് ഒരു വലിയ ഫാക്ടറായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇതിലോട്ട് അട്രാക്റ്റഡ് ആയത്. എനിക്ക് ഈ ഫിലിം ചെയ്യണം എന്നും തോന്നിയത്. ചെയ്തു കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു നമ്മുടെ റിലീസിന് വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് ഇങ്ങനെ ഒരു ആക്ച്വലി ഒരു ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തത് സെൻസർ ബോർഡ്. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ എടുത്തതെന്നോ അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് എടുത്തതെന്നോ ആരുടെ ഭാഗത്തുനിന്നും ഒരു ക്ലാരിറ്റി ഇല്ല. അത് ആക്ച്വലി നമ്മൾ കുറേ പൈസ ഇതിന് വേണ്ടിയിട്ട്, പ്രൊമോഷൻസിന് വേണ്ടി, ഫ്ലെക്സ് അടിക്കാൻ, പോസ്റ്റേഴ്സ്, ഇതിനെല്ലാം ചിലവാക്കിയിട്ടുണ്ട്. ഇനി എല്ലാത്തിൽ നിന്ന് ഈ ഒരു പേര് കട്ട് ചെയ്ത് മാറ്റുക എന്ന് പറയണത് അത് ഈ പൈസ ചിലവൊക്കെ പോട്ടെ, ടൈമും പോട്ടെ. നമ്മൾ ബീയിങ് എൻ ഇന്ത്യൻ, നമ്മൾ ഭയങ്കര നമുക്കൊരു പ്രൗഡാണ്. നമ്മളത് എപ്പോഴും ഒരു പ്രൗഡോട് കൂടി പറയുന്നതാണ്. അപ്പം ഇങ്ങനത്തെ ഒരു തീമിന് വേണ്ടിയിട്ട് ഭാരത സർക്കാർ ഉൽപ്പന്നത്തിൽ ഭാരതം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അപ്പം നമ്മുടെ റൈറ്റ്സ് എവിടെ? ഈ പറഞ്ഞ പോലെ വേർ ഈസ് ഡെമോക്രസി? അതും ഇതൊരു സർട്ടിഫൈഡ് ഫിലിമാണ്. അപ്പോൾ വൈ ദിസ് എന്ന ചോദ്യത്തിനൊന്നും ഉത്തരമില്ല. നിങ്ങളിത് ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ വേറെ റിവൈവൽ കമ്മിറ്റിക്ക് പോവുക, വിച്ച് ടേക്സ് അനദർ 40 days. അപ്പോൾ അതിനൊന്നുമുള്ള സമയമില്ലാത്തതിനാൽ ഓക്കെ, ഞങ്ങളെങ്കിൽ നിങ്ങൾ പറയും പോലെ. അപ്പോൾ അവരാണ് പറഞ്ഞതൊരു സർക്കാർ ഉൽപ്പന്നം എന്ന്. അങ്ങനെ ആ രീതിക്ക് നമുക്കത് എടുക്കേണ്ടി വന്നു. വി ആർ ഫോഴ്സ്ഡ് ടു ടേക്ക് ഇറ്റ്. അപ്പോൾ അതൊരു വളരെ വിഷമമുള്ള കാര്യമാണ്. മാത്രമല്ല, നമ്മളുടെ ഈ പറഞ്ഞ പോലെ റൈറ്റ് ടു സ്പീച്ച്,
നമ്മൾ എല്ലാ റൈറ്റ്സിനെയും ചോദ്യം ചെയ്യുന്നതാണ്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് അറിയില്ല. ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കോമ്പനം തുള്ളുന്ന നാട്ടിൽ ചെന്നാൽ കോമ്പനാണ് രാജാവെന്ന്. അതേപോലെയാണ് ഇവിടുത്തെ അവസ്ഥയും തോന്നുന്നില്ലേ? അങ്ങനെ ആവാണ്ടിരിക്കട്ടെ. കാരണം ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കിച്ചാൽ അവർ ഒരു 4-5 പേര് ചേർന്നിട്ട് ആ സിനിമയിൽ ഈ സീൻ വേണ്ട, ഒരു ഡയറക്ടറുടെ അല്ലെങ്കിൽ റൈറ്ററുടെ അവരുടെ ക്രിയേറ്റീവ് സ്പേസ് ചിലപ്പോൾ ഓരോ എലമെന്റ് തന്നെ കട്ട് ചെയ്യുമ്പം ആ സിനിമയുടെ അർത്ഥം തന്നെ മാറിപ്പോകും. അവർ 4-5 പേര് കണ്ടിട്ട് പറയാം ആ സിനിമയിൽ ഇത് വേണ്ട, ആ പേരങ്ങ് മാറ്റിക്കളഞ്ഞേക്കാം, ഈ സീനിൽ ഇത് വേണ്ട എന്ന് പറഞ്ഞത് കട്ട് ചെയ്യുമ്പോൾ ആ സിനിമയുടെ ആ സെൻസ് തന്നെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. എക്സാക്ട്ലി. അതിനൊരു സത്യം തോന്നിയ സാധനം ഉണ്ടല്ലോ. അപ്പോൾ അത് അവരിതുകൊണ്ട് എന്താണ് ആക്ച്വലി ഉദ്ദേശിക്കണമെന്ന് ഉള്ളത് അറിയില്ല. ഇതിന് മുന്നേ ഇതുപോലുള്ള പേരുകൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യൻ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എനിക്ക് തോന്നുന്നു ഭാരതം ഇത് ബേസ് ചെയ്തിട്ടുള്ള സിനിമകൾ ഇറങ്ങാൻ പോകുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഇത് ഇവിടെ എന്തുകൊണ്ടാണ് ഈ ഫിലിമിന് ഇങ്ങനൊരു കട്ട് അവർ ഇങ്ങനൊരു സെൻസർ അവർ പറഞ്ഞതെന്നുള്ളത് അറിയില്ല. ചോദിക്കാനും പറയാനും ആരും ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ബിഗ് ബഡ്ജറ്റ് അല്ലെങ്കിൽ വലിയൊരു സ്റ്റാർസ് ഉള്ള ഒരു പടമാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ സംഭവിക്കാൻ സാധ്യത. അതിനെക്കുറിച്ച് എനിക്ക് കമൻറ്റ് ചെയ്യാൻ അറിയില്ല. കാരണം എനിക്ക് അവരുടെ പ്രോട്ടോകോൾസും റൂൾസും റെഗുലേഷൻസ് എന്താണെന്നറിയില്ല. പക്ഷേ ആസ് എ നോർമൽ സിറ്റിസൺ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതിന് എന്നൊരു ക്ലാരിഫിക്കേഷൻ നമ്മൾ ചോദിച്ചപ്പോഴും അവർ തന്നിട്ടില്ല. So that is something which we need. See, right to information എന്നൊരു സംഭവമുണ്ട്, which they haven't. അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള നാട്ടിലാണ് ഇത് നടക്കുന്നതല്ലേ? നമ്മൾ ഇത്രയും ലിറ്ററേറ്റ് ആണ്. പക്ഷെ എനിക്ക് തോന്നി ഇന്ത്യയിൽ ഒട്ടാകെ നമുക്ക് മാത്രമാണ് ആ ഒരു സ്വാതന്ത്ര്യം ഉള്ളത്. ഇവിടെയും ഈ പറഞ്ഞ പോലെ ഇത് നശിച്ചു വരുന്നുണ്ടോ എന്നുള്ളൊരു സംശയം ഇല്ലാണ്ടില്ല. സിനിമയിലേക്ക് വരുമ്പോൾ എന്താണ് ഈ സിനിമയിലെ കഥാപാത്രം? എന്താണ്? ഞാൻ ഇതിലെ പ്രദീപാണ് സുബീഷ് ചെയ്യുന്ന കഥാപാത്രം. പ്രദീപിൻ്റെ വൈഫ് ശ്യാമ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. എൻ്റെയും ഭർത്താവും ഞങ്ങളുടെ 4 മക്കളും ഇൻവോൾവ് ചെയ്യുന്നതാണ് കഥ. അല്ല, നമ്മൾ ആ ടീസറിലൊക്കെ ടീസറിലും വലിയ സോങ്ങിൽ കണ്ടപ്പോഴൊക്കെ നമുക്ക് വളരെയധികം ഒരു നമ്മുടെ ഉഷ ചേച്ചിയെ വീണ് ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. നമ്മുടെ ഇപ്പോൾ മലയാളികൾക്കെന്നും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഉഷ എന്ന് പറഞ്ഞാൽ ഒറ്റ ബേസ മനസ്സിൽ വരത്തുള്ളൂ. മിന്നൽ മുരളിയിലെ കഥാപാത്രം. അത് കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് 2 വർഷത്തെ ഗ്യാപ്പ് എടുത്തു. സാധാരണ നമ്മൾ നോർമലി ഒരു ആക്ട്രസ് ഒരു ബ്രേക്ക് ചെയ്യുന്ന ഒരു കഥാപാത്രം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യും ഇനി തുടർച്ചയായിട്ട് അവരുടെ ഒരുപാട് പടങ്ങൾ കാണാം. ആ ഒരു എക്സ്പെക്ടേഷൻ നമുക്കുണ്ടായിരുന്നു. ഒരു 2 വർഷത്തെ ഗ്യാപ്പിന് ശേഷം അവസരങ്ങൾ വരാത്തതാണോ അതോ? ഞാനും എക്സ്പെക്ട് ചെയ്തു കുറേ അവസരങ്ങൾ, പക്ഷെ എനിക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് വാസ്തവം. അത് മാത്രമല്ല, എനിക്ക് തോന്നി 2 വർഷത്തിനിടയിൽ ഞാനൊരു 3 മലയാളം സിനിമ ചെയ്തു. ഒന്ന് ഈസ് ആക്ച്വലി OTTക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന് ഇതുവരെ ഇറങ്ങിയിട്ടില്ല, ശരൺ വേണുഗോപാൽ ഡിറക്റ്റ് ചെയ്ത്, ഈസ് എ ഡെബ്യൂ ഡയറക്ടർ. അത് കഴിഞ്ഞിട്ട് ചെയ്തതാണിത്. ഇതിനൊപ്പം ഞാൻ പിന്നെ ഒരു തെലുങ്ക് വെബ് സീരീസ് ചെയ്യാൻ പോയി, ഷെയ്ത്താൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ഗ്യാപ്പ് വന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ അവസരങ്ങൾ എനിക്ക് കമ്മിയായിരുന്നു. പിന്നെ ഞാൻ എടുത്തത് എനിക്കറിയില്ല. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഒരു നല്ലൊരു ആക്ട്രസ് ആണ്, നല്ല കഴിവ് എക്സ്പോസ് ചെയ്തിട്ടുള്ള ഒരാളാണ്, സ്കിൽഡ് ആയിട്ടൊരു ആക്ട്രസ് ആണെന്ന് തെളിയിച്ചിട്ടുള്ള ഒരാളെ. എന്നിട്ട് പോലും അവസരങ്ങൾ കിട്ടുന്നില്ല. അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണോ എനിക്കറിയില്ല. ഞങ്ങൾക്ക് മിന്നൽ മുരളിയിലെ കഥാപാത്രം അല്ലെങ്കിൽ മറ്റേ തെലുങ്ക് സീരീസ് ഞാൻ കണ്ടായിരുന്നു. നല്ല പെർഫോമൻസ് ആയിരുന്നു, എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ അത്രയും സത്യം പറഞ്ഞാൽ അതിലെ സീൻസൊക്കെ ഫസ്റ്റ് കഴിയുമ്പോൾ ഇതൊക്കെ കഴിയുമ്പോൾ ഒരു അമ്മയുടെ അവസ്ഥയാണ് നമുക്കത്. പിന്നെ ആദ്യത്തെ കൊല, രണ്ടാമത്തെ കൊല, കൊലയോട് കൊല. ശരിക്കും പറയാം, നമ്മുടെ കുങ്കുവപ്പൂവിലെ ശാലിനി ആണോ ഇത്, അല്ലെങ്കിൽ നമ്മുടെ ഉഷ ചേച്ചിയാണോ ഇതെന്ന് ഞെട്ടിപ്പോയി. അങ്ങനത്തെ ഒരു ലെവൽ ഓഫ് പെർഫോമൻസ് ഒരു ആക്ട്രസ് എന്ന ലെവലിൽ ശരിക്കും ഞെട്ടിക്കുന്ന ലെവൽ ഓഫ് എന്താ പറയുക, ബ്രേക്ക് ചെയ്യുന്ന ഒരേ പാറ്റേൺ കീപ്പ് ചെയ്യാതെ എപ്പോഴും ബ്രേക്ക് ചെയ്ത് പോകാന്നുള്ളതാണ് ഒരു ആക്ട്രസിന്റെ. അത് അങ്ങനെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ലക്കാണ്. എപ്പോഴും നമ്മൾ സ്റ്റീരിയോടൈപ്ഡ് ആയി പോവും. അങ്ങനെ എനിക്ക് എന്തോ ഭാഗ്യത്തിന് കിട്ടിയതാണ്. സോ ഐ ടുക്ക് ഇറ്റ്. കുറച്ച് ചാലഞ്ചസ് ഉണ്ടായിരുന്നു അത് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഏറ്റവും വലിയ ചാലഞ്ച് ഭാഷയായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ കാണാതെ മരിച്ച് ചെയ്ത വർക്കാണത്. അത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു ആ വർക്ക് ചെയ്തത്. പക്ഷെ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്ത് ഒരു വർക്കാണത്. ഷെല്ലിയുടെ ഒരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഷെല്ലി ചെയ്യുന്ന കഥാപാത്രങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂസിങ് ആയിട്ട്, അതായത് നോട്ടബിളായി എനിക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്നെ രജിസ്റ്റർ ചെയ്യുന്ന കഥാപാത്രങ്ങൾ മാത്രം മതി എന്നൊരു ടൈപ്പ് ഓഫ് ഒരു ആക്ട്രസ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. അങ്ങനെയില്ല. എന്നെ എങ്ങാനും വിളിക്കും. ആ എങ്ങാനും വിളിക്കുന്നതിൽ ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ചിലത് ചെയ്യും. അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇതൊക്കെ വളരെ യാദൃശ്ചികമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ആര് എൻ്റെ അടുത്ത് എന്ത് കഥ പറഞ്ഞാലും എനിക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം. എനിക്കതിങ്ങനെ പറയുമ്പോൾ തന്നെ എനിക്കത് ദാറ്റ് മീൻസ് ഐ ക്യാൻ സംഹൗ ഡു ഇറ്റ്. എന്ത് ഹാർഡ്ഷിപ്പുള്ള റോൾസ് ആയാലും അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സാധനം വന്നില്ലെങ്കിൽ
ഞാൻ പിന്നെ അതിലോട്ട് മുന്നോട്ട് പോവില്ല. നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റണല്ലോ നമ്മള് കണക്ഷനിലുപരി അവർ പറയുമ്പോൾ നമ്മളൊരു പിക്ചർ വരയ്ക്കും പോലെ യു വിൽ ഗെറ്റ് ദാറ്റ് ഇൻ യുവർ മൈൻഡ്. അങ്ങനെ ഒരു വിഷ്വലൈസേഷൻ എനിക്ക് വരാറുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഐ ക്യാൻ ഗോ ഹെഡ് എന്നാണ്. ഞാൻ കൊടുത്തിരിക്കുന്ന ബെഞ്ച് മാർക്കാണ്. അങ്ങനെ വന്നില്ലെങ്കിൽ ഐ വിൽ ബി സ്റ്റക്ക്. നോർമലി സിനിമകളെന്ന് പറയുന്നത് പണ്ട് സമൂഹത്തിനെതിരെയുള്ള പ്രതിഷേധം അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മറ്റൊരു പ്രതിബിംബമാണ് സിനിമകൾ എന്നാണ് പറയുന്നത്. അനീത് അപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രാക്ക് അനുസരിച്ച് ആർക്കും എന്തും ആകാം അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല കൂടിയായി സിനിമ ഇപ്പോൾ. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഒരു സിനിമ എന്നൊരു കലാരൂപം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടോ? ഇതൊരു മീഡിയയാണ്. ഇറ്റ്സ് എ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. പണ്ടെന്നല്ല ഇപ്പോഴും ഈ പറഞ്ഞ പോലെ നമ്മളുടെ പ്രതിഷേധം, നമ്മുടെ ഇഷ്ടം എല്ലാം കാണിക്കുന്നത് സിനിമ. ഇപ്പം ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഒരു റൈറ്റർ ഒന്നുകിൽ പുസ്തകം എഴുതും, അല്ലെങ്കിൽ ഒരു സിനിമ ഡയറക്ടർ ആണെങ്കിൽ അയാളത് സിനിമയിലൂടെ പറയാൻ ആഗ്രഹിക്കും. ചിലർ വരച്ച് പറയാൻ ആഗ്രഹിക്കും. ഇറ്റ്സ് എ പെയിൻറ്റ്. ചിലർ സ്കൾപ്റ്റിംഗ് ആണെങ്കിൽ സ്കൾപ്റ്റ് ചെയ്ത് പറയും. സോ ഇറ്റ്സ് എ മീഡിയം. അപ്പം അതിൽ നമ്മൾ അത് നശിക്കുന്നുണ്ടോ, അതിനെ മിസ്യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ടെക്നോളജി വളർന്നു. സോഷ്യൽ വെബ്സൈറ്റ്സ് നോക്കിയാൽ, സോഷ്യൽ പ്ലാറ്റ്ഫോംസ് നോക്കിയാൽ അതിൻ്റെ ഗുഡ് പേർപ്പസും ഉണ്ട്, ബാഡ് പേർപ്പസും ഉണ്ട്. അതിൽ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഇൻഡിവിജ്വൽ ഹൗ യു വോണ്ട് ടു യൂസ് ഇറ്റ്, വിച്ച് ഓൾ വേസ് യു വോണ്ട് ടു യൂസ് ഇറ്റ്. അതിനനുസരിച്ച് വാട്ട് എവർ യു വോണ്ട് ടു ടേക്ക് ഇറ്റ്, അതർവൈസ് ഡിസ്കാർഡ് ഇറ്റ്. അത്രയേ ഉള്ളൂ. സോഷ്യൽ മീഡിയയുടെ കാര്യം പറഞ്ഞപ്പോൾ അതിൻ്റെ ഏറ്റവും കൂടുതൽ ഒരു ബാഡ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മളൊരു സിനിമ ചെയ്യുന്ന സമയത്ത് ആ സിനിമയിലെ കഥാപാത്രമാണല്ലോ ആ കഥാപാത്രമാണ് നമ്മൾ കാണിക്കുന്നത്, ആ കഥാപാത്രത്തിൻ്റെ ജീവിതമാണ് നമ്മൾ കാണിക്കുന്നത്. പക്ഷേ പലപ്പോഴും ആളുകൾ അത് രജിസ്റ്റർ ചെയ്യുന്നത്, ആ വ്യക്തികളായിട്ട് രജിസ്റ്റർ ചെയ്യുന്നത്. ഇന്ന ആക്ട്രസിൻ്റെ ഇത് കണ്ടോ, ഇന്ന ആക്ടറുടെ സീൻ കണ്ടോ. ശരിക്കും പറയുന്നത് നമ്മുടെ സൊസൈറ്റിയുടെ ഒരു മെൻറ്റാലിറ്റിയുടെ റീൽസ് ആയാലും ഷോർട്സ് ആയാലും നമ്മൾ കാണുന്നതാണ്. സിനിമയുടെ ഒരു ഇൻറ്റിമസി സീൻസ് കണ്ടാൽ, ഒരു സെക്ഷൽ സീൻസ് കണ്ടാൽ ഡയറക്റ്റ് ഇപ്പോൾ താങ്കളുടെ സീരീസിനകത്ത് അത് തന്നെ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഞാനും കണ്ടായിരുന്നു. അപ്പം എനിക്കും കുറേ ഡൗട്ട്സ് വന്നത് ഇത് സൊസൈറ്റിയുടെ കുഴപ്പമാണോ, പ്രോപ്പറായിട്ടൊരു സെക്സ് എഡ്യൂക്കേഷൻ്റെ ഒരു കുഴപ്പമാണോ, ഇത് താങ്കൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളത്? ഞാൻ ഷെയ്ത്താൻ ചെയ്തപ്പം വി ഹാഡ് എ സീൻ ഇൻ ഇറ്റ്. ഇറ്റ്സ് എ സെക്സ് ബേസ് സീൻ. അപ്പോൾ ആന്ധ്ര, ഹൈദരാബാദ് അവിടെയെല്ലാം ഇതിനെക്കുറിച്ച് ഭയങ്കര, ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ സീൻ, ഇറ്റ്സ് അബൌട്ട് ദ സീരീസ് ദാറ്റ് വാസ് ടോക്ക്ഡ് അബൌട്ട്. അതേസമയം നമ്മുടെ നാട്ടിൽ കേരളത്തിൽ 28 വർഷം ഉഷയെ കാത്തിരുന്നതാണല്ലോ മിന്നൽ മുരളിയിൽ. അതാണല്ലോ അതിൻ്റെ വിഷയം. 28 വർഷം കാത്തിരുന്നു എന്ന് പറഞ്ഞ് വന്നത് എൻ്റെ ഒരു ബ്ലൗസും ഇത് ഇട്ട് ഈ സെക്സിൻ്റെ ആ ഒരു ഷോട്ട് കഴിഞ്ഞിട്ട് വരുന്നൊരു ഷോട്ടാണ്. ബട്ട് ബ്രില്യൻ്റ്ലി ഇറ്റ് വാസ് എഡിറ്റഡ്. ഐ റിയലി ലൈക്ക് ഇറ്റ്. ആ ഒരു ഷോട്ടാണ് ഇവിടെ മൊത്തം വൈറലായിരുന്നത്. which I'm actually happy, it's fine with me. പക്ഷേ that is the attitude. That is the attitude of the people, whoever, whatever നിങ്ങൾ ആരാണോ ചെയ്തത് ആ ഒരു ആറ്റിറ്റ്യൂഡിൽ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. There is something called a substance, something called an individuality, something called നമുക്ക് ഒരു സെൽഫ് റെസ്പെക്റ്റ് അല്ലെങ്കിൽ ഒരു സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞൊരു സാധനം ഏതൊരു മനുഷ്യനും ഉണ്ട്. അത് നമുക്ക് മാത്രം ഉണ്ടായാൽ പോരാ, നമ്മളത് ബാക്കിയുള്ളവരിലും കൂടെ അതുണ്ട് എന്നുള്ളൊരു ബോധം നമുക്ക് വേണം. ആ ബോധമില്ലാത്ത ഏതൊരു തെണ്ടിയാണ് അത് ചെയ്തത്, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ നമ്മുടെ സൊസൈറ്റിയിൽ അത്തരം ആളുകൾ കൂടുതലുള്ളപ്പോൾ അവരത് ഒരു ഭാഗത്തൂടെ ചെയ്യട്ടെ എന്ന് ഞാൻ പറയുള്ളൂ. വി ആർ നോട്ട് ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ റോഡിലുള്ള ഒരു പട്ടി കുറച്ചുകൊണ്ട് പോയാൽ അവൻ കുറച്ചുകൊണ്ട് പോകട്ടെ എന്ന് പറഞ്ഞ് അത്രേ ആ രീതിക്ക് വില കൊടുക്കുന്നുള്ളൂ. കുറച്ചുകൊണ്ടിരിക്കട്ടെ. എക്സാക്ട്ലി. വൈ ഷുഡ് വി ഗെറ്റ് ഇൻ ടു ഇറ്റ്? പിന്നെ ഇതിൽ നമ്മൾ ഇപ്പം ഞാൻ ചെയ്തത് ഒരു ക്യാരക്ടർ, ഐ എം ഗിവിങ് ലൈഫ് ടു എ ക്യാരക്ടർ. അതിൻ്റെ ഹാർഡ്ഷിപ്സ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് എനിക്കറിയാം. ദ പ്രോജക്റ്റ് നോസ്. അത് എവിടെയാണോ അവർ ടാർഗറ്റ് ചെയ്തത് അവിടെ എത്തിയിട്ടുണ്ട്. ദാറ്റ്സ് ഓൺലി മൈ ഫോക്കസ്. അതർ തിങ്സ് ആർ നോട്ട് അറ്റ് ഓൾ മൈ ഫോക്കസ്. ശരിക്കും പറഞ്ഞാൽ സെക്ഷൽ ദാരിദ്ര്യമാണ് നമ്മുടെ പ്രോപ്പർ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ. ദാരിദ്ര്യമൊന്നുമില്ല. ഹൂ സൈഡ് there is lots of porn sites, man. Everybody is there hooked in it. You go, you play and come back and that's it. What is the big deal in it? Nobody is stopping you from anything. അല്ല, ശരിക്കും പറഞ്ഞാൽ അത് എനിക്ക് നമ്മൾ മലയാളികൾക്ക് മാത്രമാണ് ഇതൊന്ന്. ബാക്കിയുള്ള നമ്മളെ മലയാളികളെല്ലാം എടുത്തു പറയുന്നൊരു കാര്യം നമ്മൾ എല്ലാ ലാംഗ്വേജസും എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. എല്ലാ ലാംഗ്വേജിലുള്ള സിനിമകളും കാണാറുണ്ട്, വെബ് സീരീസും കാണാറുണ്ട്. അപ്പം ബാക്കി ലാംഗ്വേജസിലുള്ള ഒരു ആക്ട്രസ് അല്ലെങ്കിൽ ഒരു ആക്ടർ ഇത് ചെയ്യുന്ന സമയത്ത് വാവ് എന്ന് ഫീൽ ചെയ്യും. എന്നാൽ നമ്മുടെ
മലയാളികൾ എന്ന് ചെയ്യുമ്പോഴേക്കും അയ്യോ ചെയ്തോ, ആ കുട്ടി ഇങ്ങനെ ആയിരുന്നോ, ആ കുട്ടി ഇങ്ങനെ അഭിനയിക്കുവോ, എന്താണ് ആ സംഭവം എന്നുള്ളത് ഇപ്പോഴും നമുക്ക് ക്ലിയർ ഇല്ല. അത് സ്വന്തം വീട്ടിലെ കുട്ടി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴുള്ളൊരു പ്രശ്നമാണ്. കുഴപ്പമില്ല, വിട്ട് കളയാന്നുള്ളതാണ്. ഏതെങ്കിലും കാലത്ത് നന്നാവുമായിരിക്കും. കുറച്ച് നാളത്തേക്ക് ഞാൻ അപ്പുറത്തെ നാട്ടിലെ കുട്ടി വിചാരിച്ചത്. സിമ്പിൾ. അപ്പം ഈ സിനിമ ഒരു മെസ്സേജ് നൽകുന്നുണ്ട്. കാരണം എന്താ പറയുക, നമ്മൾ പോപ്പുലേഷനെ കുറിച്ച് പറയുന്ന ഒരു സിനിമയാണ്. ശരിക്കും പറയുന്നത് നല്ലൊരു പലപ്പോഴും നമ്മുടെ പല പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു സിനിമയിലൂടെ ഇങ്ങനെ ഒരു മെസ്സേജ് കൺവേ ചെയ്യുമ്പോൾ എന്താണ് അതാണ് ഈ സിനിമയ്ക്ക് അട്രാക്ട് ചെയ്തൊരു മെയിൻ കണ്ടന്റ് എന്ന് പറയാനായിട്ട്? തീർച്ചയായിട്ടും വി ടോക്കിംഗ് അബൌട്ട് വാസക്ടോമി. അപ്പോൾ ഇന്നും നമ്മുടെ നാട്ടിൽ ഇന്നേ വരെ എൻ്റെ ജീവിതത്തിൽ ഒരു പുരുഷന് ഞങ്ങളുടെ വീട്ടിൽ കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങളുണ്ടായി അവരുടെ ഭാര്യ, എൻ്റെ ബ്രദർ ഉൾപ്പെടെ ഭാര്യമാരെടുത്ത് ഓക്കെ ഞാൻ പ്രസവം നിർത്തണ്ടേ എന്ന് പറയുന്നതല്ലാണ്ട് ഞാൻ പോയി ചെയ്യാം, നീ ചെയ്യണ്ട. സോ ഇറ്റ്സ് പെയിൻഫുൾ ഫോർ എ വുമൻ. അവർ ഓൾറെഡി ഷീ ഈസ് ഗോയിങ് ത്രൂ എ ലോട്ട് ഓഫ് പെയിൻ. ഇറ്റ്സ് പെയിൻഫുൾ ഫോർ വുമൻ. പുരുഷന് പെയിൻഫുൾ ആണോ അല്ലേ എന്നൊന്നും ഉള്ളതല്ല, പക്ഷേ കമ്പാരിറ്റീവ്ലി ഇറ്റ് ഈസ് ലെസ് പെയിൻഫുൾ. ആൻഡ് പക്ഷെ അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഒരു പുരുഷന് മുന്നോട്ട് വന്നതായിട്ട് എനിക്കറിയില്ല. എൻ്റെ കുടുംബത്തിലും ആരും വന്നിട്ടില്ല. ഐ ഹാവൻ സീൻ എനി വൺ ലൈക്ക് ദാറ്റ്. ചെയ്യുന്നവരുണ്ടാവും, ചെയ്ത ഫ്രണ്ട്സിന് എനിക്കറിയാം. സോ അങ്ങനെ അത് ഇപ്പോഴും ടാബു ടോപ്പിക്കാണ്. അതിനെക്കുറിച്ച് സംസാരിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വാസക്ടോമി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സെക്ഷുവലി ഒട്ടും പൊട്ടൻഷ്യൽ ഇല്ലാത്തൊരു മനുഷ്യനായി മാറിപ്പോയി എന്നൊക്കെയാണ് ഇപ്പോഴും ആളുകളുടെ ആ ഒരു തെറ്റിദ്ധാരണ. അതല്ല അതിൻ്റെ ആക്ച്വൽ റിയാലിറ്റി, ആക്ച്വൽ സയൻസ് എന്ന് പറയുന്നത്. സോ ദ ബയോളജിക്കൽ ഫാക്ടേഴ്സ് ആർ ഡിഫറെൻറ്റ്. അപ്പോൾ അത് എന്താണെന്നും അതിനെക്കുറിച്ചൊരു സിനിമ വരുന്നതും അത് വിച്ച് ഈസ് ബീൻ അപ്പീലിംഗ് ഒരു വില്ലേജിനെ വെച്ചിട്ട് സംസാരിക്കുന്നതുമാണ് ഈ സിനിമ. സോ ഐ തിങ്ക് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ദിസ് ഈസ് ദ റൈറ്റ് ടൈം ടു ടോക്ക് അബൌട്ട് ഇറ്റ്. അങ്ങനെ ഒരു സംഭവം വരുന്നതും അങ്ങനെ ഒരു തീം എടുത്തതും ഐ എം സോ ഹാപ്പി. ആ ഒരു റൈറ്റർ പുള്ളി ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറാണ്. സോ ഹീ നോസ് മോർ അബൌട്ട് ഇറ്റ്. ഹീ ഹാസ് എ പ്രാക്ടിക്കൽ നോളജ് അബൌട്ട് ഇറ്റ്. അപ്പം അങ്ങനെ ഒരു തീം വന്നത് വലിയ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം എൻ്റെ സോങ്ങിനകത്തൊക്കെ മറ്റേ ഗൗരി കൊണ്ടുവന്ന് മറ്റേ കോണ്ടം ഒക്കെ തരുന്ന സമയത്ത് എന്തോ പിള്ളേർ കളിക്കുമ്പോഴും ആ ഒരു ഇതല്ലോ ഇപ്പോഴും മലയാളികൾക്കും അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിലുള്ളവർക്കും ഇത് നോർമൽ അല്ല എന്നൊരു. തീർച്ചയായിട്ടും ഒരു മെഡിക്കൽ സ്റ്റോറി പോയാൽ ഒരു ഈവൻ ചോദിക്കാനും അത് പറഞ്ഞു വാങ്ങാനും ഒക്കെ ഭയങ്കര മടിയാണ്. അപ്പോൾ എന്തിനാണത്? നിങ്ങൾ ഈ മടിയുള്ള ആൾക്കാരുടെ മൊബൈൽ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇഫ് ദ ഹിസ്റ്ററി ഇസ് നോട്ട് ഡിലീറ്റഡ് യു ക്യാൻ സീ ഓൾ ദ പോൺ സൈറ്റ്സ് ഫ്ലറിഷിംഗ് ഇൻ ഇറ്റ്. അപ്പോൾ ഇറ്റ് ഹാസ് ടു കം ഔട്ട്. പകൽമാന്യം മാത്രമല്ലേ? എക്സാക്ട്ലി. മാന്യന്മാരുണ്ട്, സ്ത്രീകളും ഉണ്ട്, പുരുഷന്മാരുണ്ട് ഹു ആക്ച്വലി വാച്ചസ് ബോത്ത്. സോ ഇപ്പം ആക്ച്വലി ഒരു നോർമൽ ആയിട്ടുള്ള പ്രൈസ് എല്ലാവരും വാച്ച് ചെയ്യുന്നതാണ്. എക്സാക്ട്ലി. കുറ്റമൊന്നും അല്ലല്ലോ, ആരുടെയും പഠിച്ചിരിക്കേണ്ടതാണ് പ്രോപ്പർ ആയിട്ടൊരു എഡ്യൂക്കേഷൻ. It depends upon the individual whether you want to watch it, you watch it. Whether you don't want to watch it, don't do that. But don't get into the abnormality of it. Getting maniac is different. Getting addicted that's different. അങ്ങനെ ഒരു അസുഖം ഉണ്ട്. മാറാം, സൊസൈറ്റിയുടെ ഓരോരുത്തർ വ്യക്തിപരമായിട്ട് മാറുമായിരിക്കും. അപ്പം ഈ സിനിമയിലേക്ക് വരുവാണെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു നാട്ടുമ്പുറം ഉള്ള ഏരിയയാണ്. അപ്പോൾ ഒരുപാട് ട്രെയിലറിൽ കണ്ടായിരുന്നു ഞങ്ങൾ. ഒരുപാട് പേര് ലാൽ സാറൊക്കെ ഉണ്ടായിരുന്നു, അജു വർഗീസ് ഉണ്ട് ഈ സിനിമയിൽ. അവരുടെയൊക്കെ കഥാപാത്രങ്ങൾ എങ്ങനെയാണ്? അവരുടെയൊക്കെ കഥാപാത്രങ്ങൾ എല്ലാവർക്കും പ്രോമിനൻസ് ആണ്. എവ്രിബഡി ഹാസ് ദെയർ പാർട്ട് ടു ഡു ഇൻ ഇറ്റ് ആൻഡ് ദാറ്റ് പാർട്ട് ടുഗെദർ ബിഗെയിം ദിസ് ഫിലിം. ഇത് ഈ പറഞ്ഞ പോലെ വില്ലേജ്, ഒരു നാട്ടുമ്പുറം, നാട്ടിലെ ജനങ്ങളോട് എങ്ങനെ പറയാം, ആശാ വർക്കേഴ്സ് ഉണ്ട് അതിൽ ഈ പറഞ്ഞ ഗവൺമെൻറ് ഡിഗ്നിറ്ററീസ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇതിലെല്ലാം ഇവർക്കെല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേഷം ആണ് ഇതിൽ. ഷെല്ലിയെ സംബന്ധിച്ച് ഒരു സിനിമയെ അട്രാക്ട് ചെയ്യുന്ന ഒരു ഘടകം എന്താണ്? ഫസ്റ്റ് ഓഫ് കോഴ്സ് സ്റ്റോറി തന്നെയാണ് ഫസ്റ്റ്, ഐ തിങ്ക്. സെക്കൻഡ്, ഐ ചെക്ക് ഹൂസ് എ ഡയറക്ടർ, ഹൂസ് എ ക്യാമറമാൻ, ടെക്നീഷ്യൻസിനെ കുറിച്ച് ചോദിക്കും. തേർഡ് ഓഫ് കോഴ്സ് പ്രൊഡ്യൂസർ. കാശുള്ള മനുഷ്യനാണോ, കാശില്ലാത്ത മനുഷ്യനാണോ, നമ്മൾ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കാശ് തരുന്ന മനുഷ്യനാണോ എന്ന് നോക്കും തീർച്ചയായിട്ടും. അത് പറയപ്പോ എന്തെങ്കിലും പണി കിട്ടിയിട്ടുണ്ടോ? പണി ധാരാളം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കരുത്, പണികളെ കിട്ടിയിട്ടുള്ളൂ. സോ
കാരണം പലർക്കും ഇങ്ങനെ അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. കാരണം അവരുടെ എഫേർട്ട് അല്ല, ഒരാളുടെ ഒരു 40 ദിവസം അല്ലെ 50 ദിവസം എടുക്കുന്ന വെച്ചാൽ അയാളുടെ ടൈം, എനർജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരാളുടെ ലൈഫിലായിട്ട് അയാളുടെ സമയമാണ്, അയാളുടെ ലൈഫിൽ ഒരു സമയമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിനുള്ള എഫേർട്ട് അയാൾ ഇടുമ്പോൾ അയാൾക്ക് പേയ്മെന്റ് അല്ലെ പറയുന്ന പേയ്മെന്റ് അല്ല. പലരും നമ്മൾ ആദ്യമായിട്ടൊക്കെ വരുമ്പോൾ ഇവർ ആദ്യമായിട്ടല്ലേ, കുറച്ച് എക്സ്പീരിയൻസ് ഇരിക്കട്ടെ. നമ്മൾ ആദ്യമായാലും അവസാനമായാലും യു വർക്കിംഗ്, ആൻഡ് വെൻ യു ആർ വർക്കിംഗ് യു ഷുഡ് ബി പെയ്ഡ്. അതിനാണ് നമ്മൾ ജോലി ചെയ്യണത്. അല്ലാണ്ട് ഇപ്പം നമ്മളിപ്പം എന്താ പറയുക, ബാങ്കിൽ ഒത്തിരി കാശ് ഇട്ടിട്ട് ഇതൊരു വളരെ എങ്കിൽ പിന്നെ ആയിക്കോട്ടെ സമയം കളയട്ടെ എന്ന് പറഞ്ഞ് ചെയ്യണ ഒരു കാര്യമല്ല. ഇറ്റ്സ് എ പാഷൻ. ഇഫ് യു വോണ്ട് ടു ബി എ ഡോക്ടർ, നമ്മൾ പൈസ കൊടുത്ത് പഠിക്കുന്നവരുണ്ട്, പഠിച്ച് ഇതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ച് വരുന്നവരുണ്ട്. എല്ലാവരും വരുന്നത് ഇറ്റ്സ് അൾട്ടിമേറ്റ്ലി യു ആർ ഫോക്കസിങ് ടു ബി എ ഡോക്ടർ ആൻഡ് സെർവ് ദ കൺട്രി. അതേപോലെ തന്നെ എൻ്റെ പാഷനാണ് ആക്ടിങ്. ഐ ലവ് ടു ആക്ട്. I'll come, I'll do my work. My job is to give life to the so-called characters. അത് നന്നായി ചെയ്യുക. And that is my job also. In one way it is my bread and butter. അതാണ് എനിക്ക് ഭക്ഷണം തരുന്നത് അതാണ്. അപ്പോൾ അതിന് കൂലി ചോദിക്കുമ്പോഴത്തേക്ക് പലർക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞാൻ ചെയ്ത ജോലിക്ക് കൂലി വയ്ക്കുന്നതിൽ എന്താ തെറ്റ്? ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ. അത് ഇത്ര കൂലി വേണം എന്ന് ഞാൻ പറയുകയാണെങ്കിൽ, ഇഫ് ഐ ഡിമാൻഡ് സംതിങ്, എനിക്ക് ആ സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ ഞാൻ ഡിമാൻഡ് ചെയ്യുള്ളൂ, അല്ലാണ്ട് ഞാൻ ഡിമാൻഡ് ചെയ്യില്ല. ആൻഡ് ഐ സീ ദ സ്കെയിൽ ഓഫ് മൈ വർക്ക്. അതിന് തരാൻ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറ്റൂല, എനിക്ക് തരാൻ പറ്റില്ല എന്ന് പറയുന്നതിൽ ന്യായമില്ല. സോ എനിക്ക് തോന്നുന്നു സിനിമ കലാരൂപങ്ങളിലും കലാസൃഷ്ടിയിലും മാത്രമാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നം തോന്നുന്നത്. കാരണം മറ്റൊരു IT ഫീൽഡാണെങ്കിൽ ഒരു എംപ്ലോയിക്ക് ഇത്ര സാലറി പാക്കേജ്, ഒരു ഇത്ര നാൾ കഴിയുമ്പോൾ ഒരു ഇൻക്രിമെൻറ്റ് അങ്ങനെയുണ്ട്. ഒരു കലാകാരന് മാത്രമാണ് എന്നാൽ ഇത്ര ഒരു പടം പൊട്ടിക്കഴിഞ്ഞാൽ വലിയ ഫ്ലോപ്പായ പടങ്ങൾ മാത്രമേ ഉള്ളൂ, അപ്പോൾ ആർട്ടിസ്റ്റിന് ഇത്ര കൊടുത്താൽ മതി. അങ്ങനെ ഒരു മെന്റാലിറ്റിയിലൊരു ശരിക്കും അങ്ങനെ ഒരു ഇത് ഉണ്ട് സിനിമയിലുണ്ടെന്ന് എനിക്ക് അനുഭവമുണ്ട്. ഇപ്പോഴും അത് ഫേസ് ചെയ്യുന്നുണ്ടോ? ആരെങ്കിലും പുതിയ കഥകളായിട്ട് വരുമ്പോഴോ? പുതിയ കഥയല്ല, ഇപ്പോഴും അഭിനയിച്ച പല സിനിമയ്ക്ക് നമുക്ക് പറഞ്ഞ പൈസ കിട്ടിയിട്ടില്ല. പിന്നെ ചിലത് നമുക്ക് മനസ്സിലാവും. കാരണം സിനിമ എന്ന് പറയുന്നത് ഇപ്പോൾ ഇപ്പോൾ ഒരു IT ഫേം, സോ വി ഹാവ് എ ബഡ്ജറ്റ്, നമുക്ക് ഇന്ന പ്രോഡക്റ്റിന് ഇത്ര രൂപയാണ്, യു ക്യാൻ ഗോ അക്കോർഡിംഗ് ടു ദ ബഡ്ജറ്റ്. എന്നാലും 4C ഇവൻറ്റ്സ് വരും, അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ കൾമിനേറ്റ് ചെയ്ത് വെക്കും. പക്ഷേ സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴാണ് എവിടെ നിന്നെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു ഹിൻഡ്രൻസ് വരണമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് പ്രൊഡ്യൂസർക്ക് ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ റിസർവ് ഉണ്ടായെന്ന് വരില്ല. അങ്ങനത്തെ സിറ്റുവേഷൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു രീതിക്ക് പറഞ്ഞാൽ മനസ്സിലാക്കാവുന്ന അങ്ങനെ നിൽക്കുന്ന പ്രൊഡ്യൂസേഴ്സും ഉണ്ട്, അങ്ങനെ നിൽക്കുന്ന ടീംസ് ഉണ്ട്. സോ ദെൻ വി ആർ കംഫർട്ടബിൾ ഡൂയിങ് ആൻഡ് ഫിനിഷിങ് ദ ടീം വർക്ക്, ബിക്കോസ് ഇറ്റ് ഈസ് ഈ പറഞ്ഞ പോലെ ഒരു കൂട്ടായ്മയാണല്ലോ സിനിമ എന്ന് പറയുന്നത്. ആ കൂട്ടായ്മയിൽ പലതരത്തിലുള്ള ആൾക്കാരുണ്ട്, പലതരത്തിലുള്ള ഹിൻഡ്രൻസ് ഉണ്ട്, ഹിക്കപ്സ് ഉണ്ട്. അതെല്ലാം അതിജീവിച്ച് വന്ന് ഇതൊന്ന് മുന്നേ വരുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഡെലിവറിങ് എ ബേബി. പ്രസവിച്ച് ഒരു കുഞ്ഞിനെ എടുക്കും പോലെയാണ് ഒരു സിനിമ ഒരു തിയേറ്ററിൽ വരുന്നത്. സോ വി ഓൾ ആർ ഹാപ്പി ആൻഡ് ബീങ് എ പാർട്ട് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. സോ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഈ ടീം നമുക്കൊപ്പം നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഒപ്പം നിൽക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഇപ്പം ഷെല്ലിയുടെ ലൈഫിൽ അതായത് ഏറ്റവും റിഗ്രറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കിട്ടുമെന്ന് മേടിച്ചിട്ട് റിജക്ഷൻ കിട്ടിയിട്ടുള്ള ഏതെങ്കിലും ഉണ്ട്? അതായത് ആഗ്രഹിച്ച് അവസാന പോയിന്റ് റിജക്ഷൻ കിട്ടിയ ഏതെങ്കിലും ഇൻസിഡൻസ് ഉണ്ട്? ഐ ഡോണ്ട് വോണ്ട് ടു നെയിം എനിത്തിങ്. ഒന്ന് ഏറ്റവും റിഗ്രറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അഞ്ജലി മേനോൻ്റെ ഫിലിം മഞ്ചാടി കുരുൽ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം. അറ്റ് ദാറ്റ് ടൈം ഞാൻ വേറൊരു പ്രോജക്റ്റ് ആയിരുന്നു അന്ന്. ആക്ച്വലി എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നില്ല, പക്ഷേ അവരെന്നെ വിട്ടില്ല. അതെനിക്ക് ഭയങ്കര ഒരു ലോസ് ആയിട്ട്, ബിക്കോസ് ഐ ഓൾവേസ് വാണ്ടഡ് ടു വർക്ക് വിത്ത് ഹർ. ഒന്ന്. രണ്ട്, റിജക്ഷൻസ് ഒബ്വിയസ്ലി. എന്നെ പലരും വിളിച്ച് ഇപ്പം ഇന്ന ബുക്ക് ബേസ്ഡ് ആണ് എന്ന് പറഞ്ഞ് എല്ലാം സെറ്റായി കഴിഞ്ഞ് ആ ബുക്ക് ഞാൻ പോയി വാങ്ങി വരുത്തി അത് ഫുള്ള് വായിച്ചിട്ട് അത് സെറ്റായിരിക്കുമ്പോഴത്തേക്ക് ഒരു കോള് പോലും തരാണ്ട് എന്നെ മാറ്റിയിട്ടുണ്ട്. ഐ വിൽ ബി നോയിങ് ബൈ സമ്മൺ എൽസ്, വിച്ച് ഈസ് നോട്ട് ഗുഡ്, വിച്ച് ഈസ് നോട്ട് പ്രൊഫഷണൽ, വിച്ച് ഐ ഫീൽ. അങ്ങനെ ഒരു പ്രാവശ്യമല്ല, ചിലപ്പോൾ സെറ്റുകളിലും പോയിട്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. സി ദീസ് ഓൾ ആർ റിയലി പെയിൻഫുൾ. പക്ഷേ ഈ പറഞ്ഞ പോലെ വി ലേൺ എ ലെസൺ ഫ്രം ഇറ്റ്. ഇറ്റ്സ് ലൈക്ക് വി ലേൺ ആൻഡ് അൺലേൺ തിങ്സ്. അപ്പോൾ സഹജമാണ് എന്ന് ചോദിച്ചാൽ അല്ലാതെ ഞാൻ പറയുള്ളൂ. പക്ഷെ ഇറ്റ്സ് എ പ്രോസസ് വെയർ യു ആർ ഗോയിങ് ത്രൂ. ബട്ട് ഇഫ് ഐ ഹാഡ് ഈ പറഞ്ഞ പോലെ ഗോഡ് ഫാദേഴ്സും ഈ പറഞ്ഞ പോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ we won't be going through this path. But being a normal person coming out from this
entire industry and getting into the industry is a pretty tough thing, difficult ആണ്. അപ്പോൾ ഇത് അതിജീവിക്കുമ്പോൾ യു ബിക്കം മോർ സ്ട്രോങ് എന്ന് ഞാൻ പറയുള്ളൂ. ഇന്നത് തിരിഞ്ഞു നോക്കുമ്പോൾ ആ റിജക്ഷൻസ് കൊണ്ടാണോ ഇന്ന് ഷെല്ലി എന്നൊരു ആക്ട്രസ് ഇപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ? അല്ല, ആ റിജക്ഷൻ ഒന്നും കൊണ്ടല്ല. ഞാനെന്ന് പറഞ്ഞൊരു ആക്ടർ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് മേ ബി ബിക്കോസ് ഓഫ് ഡെസ്റ്റിനി, നത്തിങ് എൽസ്, ബിക്കോസ് ഇറ്റ് വാസ് നോട്ട് കാൽക്കുലേറ്റഡ് ബൈ മീ. I was into something else. So many things happen in my life and I'm sitting in front of you. That too, ഞാൻ വിചാരിച്ചതോ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഇരിക്കുന്നോ ഈ സിനിമ ചെയ്യുന്നോ ഒന്നും അറിയില്ല. ഇതൊക്കെ അവിചാരിതമായിട്ടുള്ള കാര്യങ്ങളാണ്. It's pure destiny. It's destined that I have to be here. ഡെസ്റ്റിനിയിൽ എങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്? പലപ്പോഴും നമ്മൾ ഈ എങ്ങനെ അവിടെ ചെന്ന് എത്തിപ്പെടുന്നു എനിക്കറിയില്ല. പക്ഷേ എനിക്കൊരു ഇതുണ്ട്, ഒരു സ്ഥലത്ത് നമ്മൾ എത്തണം എന്ന് നമ്മുടെ ഇതുണ്ടെങ്കിൽ അവിടെ എത്തിയിരിക്കും, സമൂഹം അതുവേ. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഞാൻ മൈ ഡ്രീം ഇത് ഈ പറഞ്ഞ പോലെ മൈ ഡ്രീം വാസ് ടു ബി ഐ ലവ് ടു ഡു മൂവീസ്, ഐ ലവ് ടു ഡിറക്റ്റ്, ലവ് ടു റൈറ്റ്, ഇതൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ എത്താൻ വേണ്ടിയിട്ട് മാർഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ തിരഞ്ഞു നടന്നിട്ടില്ല. സമൂഹം അതുവേ ഇറ്റ് യൂസ് ടു കം ടു മീ. പക്ഷേ when I used to get it, I try to be loyal, I try to be honest with it, I try to be very straight with it. അതിന് അതിൻ്റേതായ ഹിക്കപ്സ് ഉണ്ടായിട്ടുണ്ട്, അതിൻ്റേതായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഐ ഫീൽ ദാറ്റ് ഈസ് എ റൈറ്റ് വേ ടു ഡു ഇറ്റ്. നമ്മളൊരു ഒരു ഒരു സത്യം പുലർത്തി കഴിഞ്ഞാൽ എന്നായാലും അത് തിരിച്ച് ഇറ്റ് വിൽ കം ടു യു. നമുക്കുള്ളതാണ് നമുക്ക് തന്നെ കിട്ടും. അപ്പം ഏതൊരു സിനിമ ചെയ്യുമ്പോഴും നമുക്കൊരു ഡ്രീം ഉണ്ടാവുമല്ലോ. ഇപ്പം ഷെല്ലി ചെയ്ത എല്ലാ കഥാപാത്രങ്ങളും നോട്ടബിൾ ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മറ്റേ കുങ്കോപ്പൂലെ ശാലിനി എന്നൊരു കഥാപാത്രവും ഇത് ഉഷ എന്നൊരു കഥാപാത്രമാണ്. അതിനുശേഷം രജിസ്റ്റർ ചെയ്യാൻ പോകുന്നൊരു കഥാപാത്രമായിരിക്കും ഈ കഥ. ഫിംഗേഴ്സ് ക്രോസ്ഡ്. അപ്പോൾ അങ്ങനെ ആകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ഞാൻ ചെയ്യുന്ന എല്ലാ ക്യാരക്ടേഴ്സും അങ്ങനെ ആവണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് അഗെയിൻ യു ആർ ഗിവിങ് ബർത്ത് ടു ഡിഫറെൻറ്റ് ലൈഫ്, യുനോ. അപ്പോൾ അങ്ങനെ ഒരു ലൈഫ് ഒരു ക്യാരക്ടറിന് കൊടുക്കുമ്പോൾ അത് അത്രയും ഉള്ളിൽ ചെന്ന് അത്രയും റിയലിസ്റ്റിക് ആയിട്ട് പോയത് കൊണ്ടാണ് എനിക്ക് ആ അക്രഡിഷൻ കിട്ടിയത്. അത് ഇനിയും ഞാൻ ചെയ്യുന്ന എല്ലാ ക്യാരക്ടേഴ്സിനും കിട്ടണേ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. അവിടെയാണ് എൻ്റെ വിജയം. അത് ചിലപ്പോൾ സംഭവിക്കും, ചിലപ്പോൾ സംഭവിക്കില്ല. ഐ ഹോപ്പ് ദിസ് വർക്ക്സ്. സംഭവിക്കട്ടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഷെല്ലിയെ സംബന്ധിച്ച് ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പീസ് ഓഫ് മൈൻഡ് ഈസ് ഹാപ്പിനെസ്. മനസ്സമാധാനമാണ് സന്തോഷം. മനസ്സമാധാനം ഉണ്ടോ? ചിലപ്പം ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവാറില്ല. മനസ്സമാധാനമുള്ള എല്ലാ മനുഷ്യർക്കും ഫുൾ ടൈം മനസ്സമാധാനം ഉണ്ടോ? ഒട്ടുമില്ല. ഓട്ടമാണ്. എപ്പോഴാണ് കിടന്നു അറിയത്തില്ല. മനസ്സമാധാനം ആയിട്ടിരിക്കുന്നതാണ് സന്തോഷം. അതാണ് സന്തോഷം. സമാധാനമായി ഉറങ്ങി എഴുന്നേക്കുക ആണ് സന്തോഷം. എപ്പോഴെങ്കിലും ഡ്രീം ചെയ്തിട്ടുണ്ടോ? അതായത് എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് എപ്പോഴെങ്കിലും ഒന്ന് ഡ്രീം? അങ്ങനെ ഞാൻ ഈ ഒഴുക്കിനത്ത് പോകുന്നത് ഐ ഡോണ്ട് ഹാവ് എനി പെർട്ടിക്കുലർ സ്റ്റൈലാണോ, അങ്ങനെ ഒന്നുമില്ല. എങ്ങനെ ഒഴുക്കിനാണ് അങ്ങനെയാണോ എത്തിച്ചേരുന്നത് അവിടെ ചെല്ലുക എന്നുള്ളതാണ്? ഐ ഹാവ് സർട്ടൻ സ്റ്റാൻഡ്സ്. അത് മീറി ഞാനൊന്നും ചെയ്യാറില്ല. അത് ബാക്കിയുള്ളതെല്ലാം നമ്മൾ തന്നെ സിറ്റുവേഷൻസ് കുഴച്ച് നമ്മുടെ രീതിക്ക്. ഇത് മറ്റേ ചപ്പാത്തി മാവ് പോലെയാണ്. യു ഹാവ് ദ ഇൻഗ്രീഡിയൻസ്, ഇറ്റ്സ് അക്കോർഡിംഗ് ടു യു, ലൈക്ക് ഹൗ യു മേക്ക് ദ ചപ്പാത്തി. എക്സാക്ട്ലി. ഇതെല്ലാം ഇറ്റ്സ് ദേർ ഔട്ട്സൈഡ്. ഇപ്പോൾ എല്ലാവരും ഏതൊരു ആക്ടറിനും ഒരു ആക്ട്രസിനോട് ചോദിച്ചാലും അവർ പറയും എനിക്ക് എല്ലാ ജോണറും എക്സ്പ്ലോർ ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന പോലത്തെ കഥാപാത്രം ചെയ്യണം, ഇത് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്, ഇന്നവരെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഷെല്ലിയെ സംബന്ധിച്ച് എങ്ങനത്തെയാണ്? ആരെങ്കിലും ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്ന പോലത്തെ ഒരു കഥാപാത്രം ചെയ്യണം എന്നൊരു എപ്പോഴും ഡ്രീം തോന്നിയിട്ടുണ്ടോ? എനിക്കെന്നെ പണ്ട് എനിക്ക് ഈ മിലിറ്ററി ഇതുപോലുള്ള സംഭവങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ഐ വോണ്ടഡ് ടു ബി എയർഫോഴ്സും മിലിറ്ററിയും ട്രാഫിക് വുമണൊക്കെ ആവണമെന്നൊക്കെ ആയിരുന്നു ഒരു സമയത്ത്. അപ്പോൾ ഇറ്റ്സ് ഓൾവേസ് അങ്ങനെ ഒരു ഈ പറഞ്ഞ പോലെ ഒരു എൻഡ്യൂറൻസ് കാണിക്കണ ഒരു മെറ്റിക്കുലസ് ആയിട്ടുള്ള ഈ സോൾജിയർ അതുപോലുള്ള കാര്യങ്ങൾ എനിക്ക് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ട്, ഇല്ലെന്നൊന്നുമില്ല. പക്ഷെ ഐ എം നോട്ട് ദാറ്റ് എനിക്കത് ചെയ്തേ പറ്റുള്ളൂ അങ്ങനെയൊന്നും എനിക്കില്ല. ഓൾവേസ് ഡ്രീംഡ് അബൌട്ട് ഡൂയിങ് സച്ച് ക്യാരക്ടേഴ്സ്.
വിച്ച് നീഡ്സ് എ ഫിസിക് യുനോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇഷ്ടമാണ്. കിട്ടിയാൽ ചെയ്യും. കിട്ടട്ടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പം സെയ്ത്തനിലെ കഥാപാത്രം ഉണ്ടല്ലോ, അതേപോലത്തെ ബോൾഡായിട്ടുള്ളൊരു കഥാപാത്രം ഇനി വരുവാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഓരോ ആക്ട്രസ് യൂസ് ചെയ്യുമ്പോൾ അവരുടെ കരിയർ ഗ്രോത്ത് അവർ ശ്രദ്ധിക്കുമല്ലോ. ഞാൻ ഈ കഥാപാത്രം ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കരിയറിനെ എത്രത്തോളം ബാധിക്കും, നെഗറ്റീവായിട്ട് ബാധിക്കും, പോസിറ്റീവായിട്ട് ബാധിക്കും. അതേപോലത്തെ ഒരു കഥാപാത്രം വരുവാണ്, അതായത് അതിന് മുകളിൽ നിൽക്കുന്ന ഒരു കഥാപാത്രം വരുവാണെങ്കിൽ ഷില്ലയെ സംബന്ധിച്ച് എങ്ങനെയാണ് ചൂസ് ചെയ്യുമോ അതോ റീതിങ്ക് ചെയ്യുമോ? I look at the character, how the character is sketched, and if I'm okay with it, I'll go ahead. ചെയ്യാൻ റെഡിയാണ്. Yeah, I don't know what happens tomorrow. See, നാളെ ഞാൻ ജീവിക്കൂ ഇല്ലെന്ന് തന്നെ എനിക്ക് അറിഞ്ഞൂടാ. So it's like what you do, you live for today. So you want to do something today, you do it, man. Why are you waiting for tomorrow? ഇന്നത്തെ സന്തോഷം എന്താണ് അത് ജീവിക്കാന്നുള്ളതല്ലേ നാളെ. അതേ ഇപ്പം എനിക്ക് ഇന്ന് തോന്നുന്നതാണ്, ഐ വോണ്ട് ടു ഡു ദിസ്, ഐ ഗോ ഹെഡ്. ഇത് കഴിഞ്ഞ് ഇനി ഞാൻ ചെയ്ത 5 വർഷം കഴിഞ്ഞ് എന്നെക്കുറിച്ച് ആൾക്കാർ എന്ത് ചിന്തിക്കുമെന്ന് ഐ ഡോണ്ട്. ഈ സിനിമയിലേക്ക് വരുവാണെങ്കിൽ തന്നെ ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ട്. ഡേറ്റ് മാറിപ്പോൾ March 8 റിലീസ് ആവുകയാണ്. കൂടെ വലിയ വലിയ ചിത്രങ്ങൾ ഇറങ്ങുന്നുണ്ട്. അപ്പം പേടിയുണ്ടോ മനസ്സിൽ തിയേറ്ററിൽ നിൽക്കുന്നുള്ള ഒരു? ഒന്നുമില്ല, ഒരു പേടിയില്ല. പേടിക്കണം അല്ല, ഇപ്പം ഒരു സിനിമ എന്ന് പറയുന്നത് ഒരാളുടെ വർക്കല്ല, ഒരു കൂട്ടായ്മയുടെ വർക്കാണ്. ഒരു ആക്ടറുടെ, ഒരു ആക്ട്രസ് ആയാലും പ്രൊഡ്യൂസർ ആയാലും ഡയറക്ടർ ആയാലും അവരുടെ ഒരു ഡ്രീമാണ്. ഈ പറഞ്ഞ പോലെ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന പോലെയാണ് തിയേറ്ററിൽ ഒരു സിനിമ എത്തിക്കുന്നത്. അപ്പം ആ സിനിമ എടുക്കുമ്പോൾ ഒരു വലിയ വലിയ സിനിമകൾ ഇവിടെ വരുമ്പോൾ ഇവിടെ കിടക്കുന്ന ഒരു സിനിമ ഇങ്ങനെ വാഷോട്ട് അവിടെ ഉണ്ടെന്ന് പോലും അറിയാതെ പോകുന്ന ഒരുപാട് സിനിമകളുടെ ചരിത്രങ്ങളുണ്ട്. അപ്പം അങ്ങനെ ഒരു കാരണം ചിലപ്പോൾ ഒരു സിനിമയുടെ ഭാവി തീരുമാനിക്കുന്നത് ഇപ്പോൾ ഒരു ഡയറക്ടർ അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഒരു ആദ്യത്തെ സിനിമയായിട്ട് വരും, പിന്നെ രണ്ടാമതോ മൂന്നാമതോ ചെയ്യാനായിട്ട് അവർക്ക് ഗ്യാപ്പ് കിട്ടാറില്ല. ചോദിച്ചാൽ പറയും ആദ്യത്തെ സിനിമ കണ്ടില്ലല്ലോ, രജിസ്റ്റർ ആയില്ലല്ലോ, അങ്ങനെ ഒരു ടോക്കുണ്ട്. ശരിക്കും അത് വലിയ സിനിമകൾ വരുമ്പോൾ ചെറിയ സിനിമകൾക്ക് ആ ഒരു എന്താ പറയുക ഒരു സ്പേസ് കിട്ടാൻ എനിക്ക് തോന്നുന്നു. ഇപ്പം ബ്രഹ്മയുഗം ഈസ് മമ്മൂട്ടി's under film. Manjumal Boys, can you find any stars in it? There are no superstars in it. It's a common person's story. എനിക്ക് തന്നെ മറ്റേ ഇപ്പം ഈ വന്ന ഫിലിംസിൽ പ്രേമലു ഒക്കെ അങ്ങനെയാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ മലയാളീസിൻ്റെ ഒരു ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ we are ready to experiment and explore, especially the film medium. അപ്പോൾ അങ്ങനത്തെ ഒരു പേടി ഇല്ല. നമ്മൾ നല്ലത് കണ്ടാൽ എസ്പെഷ്യലി സിനിമകളൊക്കെ നല്ലതാണെന്ന് പറയും, ചീത്ത ആണെങ്കിൽ അത് ചെറുതായാലും വലുതായാലും നമ്മൾ തള്ളിക്കളയും ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പം അങ്ങനത്തെ ഒരു പേടിയേ എനിക്കില്ല. ഇഫ് ദിസ് ഫിലിം ഈസ് വെൽ പാക്ഡ് ഫോർ ദ സ്പെക്ടേറ്റർ, അവരെ അപ്പീലിംഗ് ചെയ്യുന്നതാണെങ്കിൽ ഒബ്വിയസ്ലി ഇറ്റ് വിൽ വർക്ക്. അതിലൊരു മാറ്റമില്ല. If it is not appealing for them, it is not appealing for the target audience, then it won't work. That's the reality which we should actually get, we should tell ourselves. നമ്മൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു, 100% നമ്മൾ ഇട്ട് ഇനി പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ തീർച്ചയായും സിനിമ വലിയ നമ്മളെ ക്രാഫ്റ്റ് അവർ ഇഷ്ടപ്പെടട്ടെ. തീർച്ചയായും ഈ സിനിമ വലിയൊരു വിജയമാകട്ടെ. ഇതിൻ്റെ വിജയാഘോഷത്തിൽ ഞങ്ങൾക്കും പങ്കെടുക്കാൻ സാധിക്കട്ടെ. ഇനി നമുക്ക് അടുത്തടുത്ത സിനിമകളിൽ കാണാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.